പ്രിസർവേറ്റീവും കളറും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന കാരി ബിസ്ക്കറ്റിൻ്റെ അതേ ടേസ്റ്റിലുള്ള പലഹാരം റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് 2 കപ്പ് മൈദമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് അയമോദകമാണ്. ഒരു നുള്ള് അയമോദകം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ജീരകമാണേലും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാവിനെ ഒരു 8 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഓരോ ചപ്പാത്തികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. നമ്മൾ 8 ചപ്പാത്തിയും പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു ചപ്പാത്തിയുടെ പുറത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സില്ലേ, അതൊന്ന് അല്പമായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത ലെയർ 4ാമത്തെ ചപ്പാത്തി വെച്ച് കൊടുക്കുവാണ്. ഇതിൻ്റെ പുറത്ത് തയ്ക്കേണ്ട, ഇത് ഇങ്ങനെയൊന്ന് ആക്കിയെടുക്കുക. പലകയിൽ കൊള്ളത്തില്ല കേട്ടോ. അപ്പം ഞാനതൊന്ന് നിലത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കനം കുറച്ചൊന്ന് പരത്തി എടുക്കുവാണേ. ഇനി ഇതിനെ ഇങ്ങനെയൊന്ന് മടക്കണം. ഇങ്ങനെ മടക്കുക. ഇങ്ങനെ 4ആയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണം. ഇനി ഈ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. ഏകദേശം ചതുര ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ഒത്തിരി തിളച്ച് പോകണ്ട കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പാകമാകുന്നത് പൊങ്ങി വരുന്ന കണ്ടോണേ. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിലോട്ട് ആക്കരുത്. ഈ ഒരു കളറിലാകുമ്പോൾ നമുക്കിത് പതുക്കെ കോരി മാറ്റാം. ഇത്തിരി കരിഞ്ഞു പോരുത് കേട്ടോ.